മൈക്രോസോഫ്റ്റ് എക്സലിൽ SUMIF എന്ന ഫംഗ്ഷനോടൊപ്പം Vlookup ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഡെമോയ്ക്ക് വേണ്ടി ഞാനൊരു എക്സൽ വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡാറ്റയിൽ ഫസ്റ്റ് കോളത്തിൽ കസ്റ്റമർ ID, സെക്കൻഡ് കോളത്തിൽ ഇൻവോയ്സ് നമ്പർ, അടുത്ത കോളത്തിൽ എമൗണ്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ നെയിം എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ച് കസ്റ്റമർ നെയിം ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും കസ്റ്റമർ നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കസ്റ്റമറുടെ സം ഓഫ് എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യണം. എന്നാൽ ഈ ഒരു ഡാറ്റയിൽ കസ്റ്റമർ ID മാത്രമാണ് എൻട്രി ചെയ്തിരിക്കുന്നത്. താഴെ കാണുന്ന ഡാറ്റ 2 എന്ന ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിലാണ് കസ്റ്റമർ നെയിം ബേസ് ചെയ്തിട്ടുള്ള കസ്റ്റമർ ID എൻട്രി ചെയ്തിരിക്കുന്നത്. SUMIF എന്ന ഫംഗ്ഷനോടൊപ്പം Vlookup ഉപയോഗിച്ച് എങ്ങനെയാണ് സം വാല്യൂ എടുക്കുന്നത് എന്ന് നോക്കാം. ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് വാല്യൂ കണ്ടെത്താം. ഫസ്റ്റിലെ മെത്തേഡ് എന്നുള്ളത് കസ്റ്റമർ നെയിം ബേസ് ചെയ്ത് കസ്റ്റമർ ID കണ്ടെത്തുന്നതിന് വേണ്ടി Vlookup എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, ഈക്വൽസ് ടു Vlookup ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, ലുക്കപ്പ് വാല്യൂ എന്നുള്ള സ്ഥലത്ത് നമ്മളിപ്പോൾ ലുക്കപ്പ് ചെയ്യുന്നത് കസ്റ്റമർ നെയിമാണ്. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, കോമ, ടേബിൾ അറേ എന്നുള്ള സ്ഥലത്ത് കസ്റ്റമർ നെയിം എൻട്രി ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തു. ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു, ശേഷം കോമ, അതിനുശേഷം കോളം ഇൻഡെക്സ് നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് കണ്ടെത്തേണ്ട വാല്യൂ രണ്ടാമത്തെ കോളത്തിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനുവേണ്ടി 2, ശേഷം കോമ, എക്സാക്റ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി 0, ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് MH1002 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. MZ അസോസിയേറ്റ്സ് എന്ന ഈ ഒരു കസ്റ്റമർ നെയിമിൻ്റെ കസ്റ്റമർ ID എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഡാറ്റ 2 എന്ന ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തു. സെയിം വാല്യൂ തന്നെയാണ് Vlookup എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കസ്റ്റമർ നെയിം എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും കസ്റ്റമർ നെയിം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് താഴെ കസ്റ്റമർ ID അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. അതിനുശേഷം സം ഓഫ് എമൗണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, ഈക്വൽസ് ടു SUMIF ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, റേഞ്ച് എന്നുള്ള സ്ഥലത്ത് കസ്റ്റമർ ID കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു, കോമ, ക്രൈറ്റീരിയ എന്നുള്ള സ്ഥലത്ത് നമ്മുടെ ക്രൈറ്റീരിയ എന്നുള്ളത് കസ്റ്റമർ ID കണ്ടെത്തുന്നതിന് വേണ്ടി Vlookup എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കിട്ടിയിരിക്കുന്ന ഈ ഒരു സെല്ലിലെ വാല്യൂ ആണ്. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, കോമ, സം റേഞ്ച് എന്നുള്ളത് എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു, ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് സം ഓഫ് എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. കസ്റ്റമർ നെയിം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ Vlookup എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എടുത്തിരിക്കുന്ന വാല്യൂ മറ്റൊരു സെല്ലിൽ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സെൽ റെഫറൻസ് ബേസ് ചെയ്ത് SUMIF എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ് ചെയ്തത്. എന്നാൽ SUMIF എന്ന ഫംഗ്ഷനും Vlookup എന്ന ഫംഗ്ഷനും ഒരു സെല്ലിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് വാല്യൂ എടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, ഈക്വൽസ് ടു SUMIF ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, റേഞ്ച് എന്നുള്ള സ്ഥലത്ത് കസ്റ്റമർ ID കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു, കോമ, ക്രൈറ്റീരിയ എന്നുള്ള ഈ ഒരു ഭാഗത്ത് Vlookup ഫംഗ്ഷൻ ഉപയോഗിക്കാം. Vlookup ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, ലുക്കപ്പ് വാല്യൂ എന്നുള്ള സ്ഥലത്ത് കസ്റ്റമർ നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, കോമ, ടേബിൾ അറേ എന്നുള്ള സ്ഥലത്ത് ഡാറ്റ 2 എന്ന ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്ത് കസ്റ്റമർ നെയിം കസ്റ്റമർ ID കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകൾ സെലക്ട് ചെയ്തു, ശേഷം കോമ, കോളം ഇൻഡെക്സ് നമ്പർ എന്നുള്ളതിൽ രണ്ടാമത്തെ കോളത്തിലെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി 2, ശേഷം കോമ, എക്സാക്റ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി 0, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ശേഷം കോമ, SUMIF എന്ന ഫംഗ്ഷനിലെ സം റേഞ്ച് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു, ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു.
എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ സം ഓഫ് എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. കസ്റ്റമർ നെയിം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെല്ലുകളിലും സെയിം വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. SUMIF എന്ന ഫംഗ്ഷനോടൊപ്പം Vlookup ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എക്സലിനെ കുറിച്ചുള്ള കൂടുതൽ മലയാളം ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.